അയ്യപ്പേട്ട ഇപ്പോൾ പിണറായിയുടെ പുകഴ്ത്തുകാലമാണല്ലോ. അതെ. ദി ലെജൻഡ് വരാൻ പോവുകയാണ്. അതെ. ഇതുപോലെ ഒരു പുകഴ്ത്തലിന്റെ പേരാണ് സഖാവ് പി ജയരാജനെ തരം താഴ്ത്തുന്നത്. അതായത് അദ്ദേഹത്തെ ഒതുക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒതുക്കുന്നത്, ഈ ഒതുക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ആവശ്യവുമായിരുന്നു. ചില കളികളൊക്കെ ചിലരുമായി ചേർന്നുള്ള കൂടിയാലോചനകളുടെ ഭാഗമായി അവിടെ നടന്നിട്ടുണ്ട്. എന്താണത്? അതായത് പ്രീത, പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിന് കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിൽ ശക്തി കൂട്ടുന്നതിന് ഒരു ടൂളായിരുന്നു പി ജയരാജൻ. നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 1500 പേർക്ക് സദ്യ കൊടുക്കാനുള്ള ജോലിയല്ല പിണറായി വിജയൻ പി ജയരാജനെ ഏൽപ്പിച്ചത്. പി ജയരാജൻ അത് കേട്ടപാടെ ചെയ്യാനായി. അവിടെ പി ജയരാജനാണ് തെറ്റുപറ്റിയത്. വിശ്വസിച്ചു. 1500 പേർക്ക് സദ്യ കൊടുക്കാനോ 2000 പേർക്ക് സദ്യ കൊടുക്കുന്ന ജോലിയല്ല തന്നെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലാക്കണമായിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഈ ലെജൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇത് വരുമ്പോൾ എന്തുകൊണ്ട് ചോദ്യം ഉയർത്തുന്നില്ലെന്ന് വെച്ചാൽ പി ജയരാജൻ ഇപ്പോൾ ഒന്നുമല്ല, പാർട്ടിയിൽ ഇപ്പോൾ നിഷ്കരണം അദ്ദേഹത്തിനെ ഒന്നുമല്ലാതാക്കി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അരിയിൽ ഷുക്കൂർ വധക്കേസ്, മനോജ് വധക്കേസ്, ഈ കേസിലൊക്കെ പിണറായി വിജയന് വേണ്ടി ഒരു ടൂളായി വർത്തിച്ച് ഇപ്പോൾ എപ്പോഴും വേണോ ശിക്ഷിക്കപ്പെടാം. ഈ കേസിൻ്റെ വിധി വരുമ്പോൾ ഷുക്കൂർ വധക്കേസിലെങ്കിലും 100% ഉറപ്പാണ് അദ്ദേഹം 100% ഷുക്കൂർ വധക്കേസിൽ ജയരാജനെ പൂട്ടും. കാര്യം ഇത് മറ്റൊന്നുമല്ല, ഭരണത്തിൽ അദ്ദേഹം വന്ന ശേഷം ജയരാജനെ, പക്ഷേ പിണറായി പി ജയരാജൻ അതൊരു ബെൽറ്റായിരുന്നല്ലോ. ബെൽറ്റൊന്നുമല്ല. അതായത് നമ്മൾ ഒരുപാട് കണ്ണൂർ സുഹൃത്തുക്കളും അല്ലാതെ രാഷ്ട്രീയത്തിൽ നമ്മൾ അറിയുന്ന, നമ്മൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പറയുന്നത് പിണറായി വിജയൻ എന്ന CPM നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആരും തന്നെ സൗഹൃദങ്ങളില്ല, ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, ആരോടുമില്ല. അദ്ദേഹം നമ്മൾ ചിലപ്പോൾ ചിലരോട് ചോദിക്കും, നമ്മൾ ധരിച്ചിരുന്ന ചില തെറ്റായ ധാരണകളും ഉണ്ടായിരുന്നു എങ്ങനെ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി എന്നുള്ളത്. ചിലരൊക്കെ കരുതിയിരുന്നു VSൻ്റെ അരുമ ശിഷ്യനായതുകൊണ്ട് VS ആക്കിയെന്നാണ് കരുതിയത്. തെറ്റാണ്. VS അല്ല അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കിയത്. അന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് എന്ന പഞ്ചാബിയായ ആ മനുഷ്യൻ, സിഖുകാരനാണ്, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത്. ഈ സുർജിത്താണ് ഇദ്ദേഹത്തെ ആക്കിയത്. അത് ചില കച്ചവടങ്ങൾക്ക് വേണ്ടിയായിരുന്നു, സുർജിത്തിൻ്റെ ചില കച്ചവടങ്ങൾക്ക് വേണ്ടി. ആ കച്ചവടമാണ് SNC ലാവ്ലിൻ. അതിൽ ഒരു പങ്കും പിണറായി VS അച്യുതാനന്ദനില്ല. ഈ SNC ലാവ്ലിൻ ഇടപാട് ചെയ്യാൻ പോകുമ്പോൾ അവൈലബിൾ ആയിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുടെ ഒരു കമ്മിറ്റി, മരിച്ചുപോയ ചടയം ഗോവിന്ദൻ ഉൾപ്പെടെ, VS ഉൾപ്പെടെ, പിണറായി ഉൾപ്പെടെ ഈ കരാർ വേണമോ വേണ്ടയോ തീരുമാനത്തിൽ VS അന്നും പറഞ്ഞിരുന്നു വേണ്ട എന്ന് പറഞ്ഞ സാധനം ഇദ്ദേഹം പിന്നെ ചെയ്തുകൊണ്ടാണ് VS ഈ വയ്യാതാകുന്നവരെയും താൻ അതിന് എതിർപ്പ് കാണിച്ചു എന്ന് VS പറയുന്നത്. അവൈലബിൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചടയനും പറഞ്ഞു വേണ്ട. അപ്പോൾ അതിൽ നേട്ടം ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിനുണ്ടായിരുന്നു. സുർജിത്തിൻ്റെ ബന്ധുക്കൾ ഈ പറയുന്ന ലാവ്ലിൻ കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്നു, പഞ്ചാബി ആ മനുഷ്യൻ്റെ. അങ്ങനെ അദ്ദേഹം കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ആരോടെയും കമ്മിറ്റ്മെൻ്റ് ഇല്ല. പിണറായി വിജയൻ്റെ ഉയർച്ചയിലെ ചവിട്ടുപടിയാകാൻ പി ജയരാജനെ ഓരോരുത്തരെ ഉപയോഗിച്ചു. ആ ടൂളാണ്, ഒരു ടൂളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഭരണത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് CC-യിലേക്ക് അദ്ദേഹത്തിനെ എടുത്തില്ല? ഇപ്പോൾ നടന്നല്ലോ സംസ്ഥാന കമ്മിറ്റി. ഇപ്പം പ്രജിത തന്നെ നമ്മൾ പറഞ്ഞു, ഒരു സമയത്ത് പി ജയരാജൻ എന്ന് പറഞ്ഞാൽ കണ്ണൂര് അത്ര കണ്ട് പേടിയായിരുന്നു ആൾക്കാർക്ക്. പി ജയരാജൻ വരുന്ന പറഞ്ഞാൽ പേടിയാണ്. ഇന്ന് പി ജയരാജന് ഒരു വില പോലുമില്ല, ഒരു വിലയില്ല. പി ജയരാജൻ വിലയില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖം, CPM-ന്റെ മുഖം, അത് പി ജയരാജന്റെ തന്നെയായിരുന്നു. ജയരാജനെ ഒതുക്കേണ്ടത് അതുകൊണ്ട് തന്നെ പിണറായിക്ക് ജയരാജനെ ഒതുക്കുകയും ചെയ്യണമായിരുന്നു. കാരണം ആ ഒരു പൊസിഷനിലേക്ക് സെക്രട്ടറി മുതൽ ഇങ്ങോട്ടേക്ക് കൃത്യമായ അജണ്ടയോടുകൂടിയാണ്. അതുവരെയും അദ്ദേഹം പ്രവർത്തിച്ചത് അജണ്ടയോടുകൂടിയാണ്. പാർട്ടി സെക്രട്ടറി മുതൽ കുറച്ചുകൂടി കൃത്യമായ രീതിയിലുള്ള അജണ്ടയോടുകൂടിയാണ്. അപ്പോൾ പി ജയരാജന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വന്നതിന് ശേഷവും ഒരു അപ്രമാദിത്വം കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എന്തുകൊണ്ട് ഈ പറയുന്ന അരിയിൽ ഷുക്കൂർ വധക്കേസും മനോജ് വധക്കേസും എല്ലാം എടുത്തു നോക്കുമ്പോൾ അതിൽ പി ജയരാജനുണ്ട്.
പി ജയരാജൻ ഒരിക്കലും ഒറ്റയ്ക്ക് പോയിട്ട് ഒരാളോട് അത്തരത്തിലൊരു കേസിൽ പെടില്ല. അദ്ദേഹത്തിന്റെ ഗ്യാങ് തന്നെയാണ് ചെയ്തത്. ഇല്ലേ? അത് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് അദ്ദേഹം ചെയ്യില്ല. അത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രമുഖർ ഉൾപ്പെട്ട കേസാണെന്ന് വേണം തന്നെ പറയണം നമ്മളത്, അല്ലേ? ടി വി രാജേഷ് വരെ ഉണ്ട്. അതെ. അപ്പോ അതിൽ ഒതുക്കപ്പെട്ടത് ടി വി രാജേഷ് പിന്നെയുണ്ട്. അതെ. ഈ ഒരു സമയം പോകുന്ന സമയത്ത് പി ജയരാജന് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ ഇല്ലാതാക്കുകയും പി ജയരാജൻ ഇനിയും നിന്നിട്ടുണ്ടെങ്കിൽ, കാരണം തീരുമാനങ്ങൾ അവിടെ എടുത്തുകൊണ്ടിരുന്നത് ഈ പി ജയരാജനാണെന്നാണ് പി ജയരാജനെ കൊണ്ട് ഇപ്പൊ ടി പി വധക്കേസ് കുഞ്ഞനന്ദൻ ഈ കേസിൽ പ്രതിയായ കുഞ്ഞനന്ദൻ ഉണ്ടല്ലോ, കുഞ്ഞനന്ദനും പി ജയരാജനും ഒക്കെ, പി ജയരാജന്റെ പേര് പുറത്തു വന്നില്ല, അത് കുഞ്ഞനന്ദന്റെ പേരെ പുറത്തു വന്നു. അത് പാർട്ടി തീരുമാനമാണ്. പക്ഷെ അതിൽ പി ജയരാജന് പങ്കുണ്ട്. പി ജയരാജനെ കൊണ്ടും കുഞ്ഞനന്ദനെ കൊണ്ടും ചെയ്യിച്ചത് ആരാണെന്നും എല്ലാവർക്കും അറിയാം. അതെ, പക്ഷെ അത് പുറത്തു വരില്ല. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അതെ, പക്ഷെ അത് പുറത്തു വരുന്നില്ല. കേസ് ഈ പറയുന്ന അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ സംഘം മറ്റൊരു തിരക്കഥ ഉണ്ടാക്കി പുറത്തു വിടുന്നു. അതല്ലേ നടക്കുന്നത്? അങ്ങനെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പി ജയരാജനെ നിശബ്ദനാക്കണം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, പിണറായിയോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വ്യക്തി പി ജയരാജൻ. അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ ഇപ്പൊ ചിലരുണ്ടല്ലോ, ഒരു പൊസിഷൻ വന്നു കഴിയുമ്പോൾ ചില പഴയ ചങ്ങാത്തങ്ങൾ അങ്ങ് ഒഴിവാക്കും. അതെ, മനഃപൂർവ്വം മറക്കും, ഒഴിവാക്കും. ഇന്നലെ ഒരുമിച്ചിരുന്ന് ഉണ്ടതും ചായ കുടിക്കാൻ പോയതും ഒക്കെ അവർ മറക്കണം. അതിന് അവരെ ഫുള്ളങ്ങ് ഒഴിവാക്കണം. അതിനുവേണ്ടി പി ജയരാജനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് എം ആണ്, ശ്രീ എം പിണറായിയോട് എന്ന് പറഞ്ഞോ ഈ ബന്ധം നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അന്നാണ് പിണറായി വിജയൻ പി ജയരാജനെ മാറ്റി നിർത്താൻ തുടങ്ങിയത്. ആ മാറ്റി നിർത്തലിൻ്റെ അവസാനമാണ് ഇപ്പോൾ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോലും അദ്ദേഹത്തിന് സി സിയിലേക്ക് കൊണ്ടുവരാത്തത്. സി സിയിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ കാരണം ഒന്ന്, പി ശശിയെ സി സിയിലേക്ക് കൊണ്ടുവരണം. ഒരു വേള എൻ്റെയോ നിങ്ങളുടെയോ സമയദോഷത്തിന് ഇനി ഒരിക്കൽ കൂടെ ഭരണം വരികയാണെങ്കിൽ ശശി ആഭ്യന്തരമന്ത്രിയാക്കണം. ശശി കച്ചവടത്തിന് കൂട്ടുനിന്ന ശശി ഇനി ആഭ്യന്തരമന്ത്രി കൂടെ ആയാൽ മാത്രം മതി. പക്ഷെ അതൊരു കാരണം ശശിയെ കൊണ്ടുവരാൻ. കാര്യം ഒരേ ഗ്രേഡിൽ, കാര്യം ശശിയെ കൊണ്ടുവന്നാൽ കണ്ണൂർ ചോദ്യം വരും, എന്തുകൊണ്ട് പി ജയരാജന് കൊടുക്കാതെ ശശിയെ കൊണ്ടുവന്നു. അപ്പോൾ മറ്റൊരു കേസ്, ഈ പറയുന്ന ഷുക്കൂർ വധക്കേസിൽ അല്ലെങ്കിൽ മനോജ് വധക്കേസിൽ ഏതാണ്ട് 101% ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിക്കപ്പെടും പി ജയരാജൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കൂടെ നിർത്തരുത് എന്ന് എം പറയുന്നു. പിണറായി വിജയൻ അതിൻ്റെ മാറി നിൽക്കോ എന്ന് പറയുന്നു. ഇപ്പോൾ ഖാദി ബോർഡിന്റെ ചെയർമാൻ സ്വന്തമായി ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കൂടെ നടക്കുന്ന കിങ്കരന്മാരൊക്കെ തന്നെ പിണറായിയുടെ ആൾക്കാരാണ്, പിണറായി വിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ജയരാജന് ഒരു വക ചെയ്യാൻ പറ്റില്ല. ജയരാജൻ ഹൈജാക്ക് ചെയ്തു. ജയരാജൻ ഒന്നും മുള്ളാൻ പറ്റില്ല, ഒന്നും മുള്ളാൻ പറ്റില്ല. അവിടെയും ആളുണ്ട്, കണ്ണുണ്ട്, പിണറായി വെച്ചിരിക്കുന്നു. പിണറായി എന്തിനാണ് കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കിയത് നിങ്ങൾക്കറിയോ? പിണറായിയുടെ കയ്യിൽ നിന്ന് കണ്ണൂർ ജില്ല പോകാതിരിക്കാൻ. അതിനാണ് ഈ പറയുന്ന പോലെ ഇവിടുന്ന് ഹെലികോപ്റ്ററിലാണ് പോയത്. ഒരു വലിയ വ്യവസായിയുടെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. പോയി 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കെ രാഗേഷിന്റെ പേര് എഴുതി കൊടുത്ത് കെ രാഗേഷിനെ ആക്കിയിട്ട് അദ്ദേഹം വന്നേ. എന്തിന്? കണ്ണൂർ ജില്ല തന്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ. അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. പിണറായിക്ക് ഇപ്പോഴും പേടിയുണ്ട്. അതല്ലേ പറയുന്നേ. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിശബ്ദമാണ് CPM. അത് കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്മെന്റുകളും വരുന്നില്ല. കോൺഗ്രസ് ഇപ്പൊ KPCC പുനഃസംഘടന വന്നു. ഇനി അവർ ജാതി മത അടിസ്ഥാനത്തിൽ ഇനി കൃത്യമായി അവരുടെ അടി നിർത്തി. ഒരു കണ്ണൂരുകാരൻ തന്നെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കുന്നത്. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പോലെ അവർ ജാതി മത സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊരു ടീമിനെ ഉണ്ടാക്കി അവർ ഇറങ്ങും. അവർക്ക് ഇപ്പൊ ഈ 2ാമത്തെ ടൈം എങ്ങനെയാണ് ഈ വിദ്വാൻ ജയിച്ചത്? ഈ പറയുന്ന പോലെ CPM-ന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ എൻ്റെ അറിവിൽ ഇപ്പൊ പത്തനംതിട്ട വീണ ജോർജ് ജയിക്കുന്നു. അവരുടെ ഭർത്താവ് ഒരു വലിയ ജാതി സംഘടനയുടെ ആളാണ്, യാക്കോബ സഭയുടെ യാക്കോബ സംഘടന. ആ വോട്ട് അത്തരത്തിൽ വോട്ടുകൾ കണക്കാക്കി തിരുവനന്തപുരത്ത് ശബരിനാഥ് തോറ്റത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു നാടാർ സമുദായത്തിലെ ഒരാൾ മത്സരിച്ചു. അരുവിക്കര അയാളുടെ അച്ഛൻ ജയിച്ചു, പക്ഷേ ഇവർ 2ാമത്തെ പ്രാവശ്യം തോറ്റുപോയി. എന്തുകൊണ്ട്? അത് കണക്കാക്കി സ്ഥാനാർത്ഥി. ഇപ്പൊ CPM അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അത് പിണറായി വിജയൻ അടങ്ങുന്ന സംഘം പഠിച്ചു. അതുപോലെ കോൺഗ്രസ് ആണ് ആദ്യം ചെയ്തിരുന്നത്. കോൺഗ്രസ് അത്തരത്തിൽ ചെയ്യുമെന്നും ചെയ്താൽ അവർ തങ്ങൾക്ക് വിനയാകുമെന്നും ചെറുതായിട്ടെങ്കിലും പേടിക്കുന്നുണ്ട്. CPM പേടിക്കുന്നുണ്ട്. ആ പേടി കൂടെ കൊണ്ടാണ് കളിയാക്കലായിട്ട് പലതും പറഞ്ഞു എന്നുണ്ടെങ്കിലും ഭരണത്തിൽ ഒരു വേള തിരിച്ചു വരാതിരുന്നാൽ ഇവർക്കാർക്കും നിരത്തിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് മ്ലേച്ഛമാക്കിയിട്ട് അവർ പോകുന്നത്. സംശയമില്ലാത്ത കാര്യം. ഈ ബ്രൂവറി കേസ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ബ്രൂവറി കേസ് എത്ര കോടി രൂപയുടെ കച്ചവടം എന്നറിയോ? 400 കോടിയിലധികം രൂപയുടെ കച്ചവടമാണ്. എവിടെ? ബംഗാളിൽ നന്ദിഗ്രാമിൽ സംഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ. അതായത് ബംഗാളിൽ സംഭവിച്ചതുപോലെ ഈ പാർട്ടിക്ക്
കേരളത്തിൽ ഒരു അപജയം ഉണ്ടാകാനുള്ള സാധ്യത 70% ഉണ്ട്. ബാക്കി 30% ഈ പറയുന്ന രീതിയിൽ ഇല്ലാതുള്ളൂ. അത് പിന്നെ രാജേഷ് മന്ത്രി, ഇപ്പോഴത്തെ MP രാജേഷ് മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, തീർന്ന് പാലക്കാടൊക്കെ തീർന്ന്, അയാളുടെ ഇമേജൊക്കെ തീർന്നു. അപ്പോൾ ഇത്രയും നമുക്കിത് പറയാനുള്ളൂ. അരിയൽ ഷുക്കൂർ വധക്കേസിൽ പ്രതിയായ പി ജയരാജൻ ഇപ്പോൾ ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ പോലും കൂടെ നിൽക്കുന്ന കിങ്കരന്മാരുടെ നിന്ന് വാങ്ങി ഫോൺ ചെയ്യണം. മുള്ളണമെങ്കിൽ ഈ കിങ്കരന്മാരൊക്കെ പിണറായി വിജയൻ ഒരു കാലത്ത് ഇതെല്ലാം ചെയ്ത പി ജയരാജനെ മാറ്റി നിർത്തണം, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് എമ്മിൻ്റെ ഉപദേശപ്രകാരം, ആണ് ഇതിനകത്ത് അദ്ദേഹത്തിന് മറ്റ് സംഘികളുടെ ബന്ധമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് സംഘികളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് കണ്ണൂർ രാഷ്ട്രീയം തന്നെ മാറുന്നത്. പി ജയരാജനെ ഒരു ഗ്യാങ്സ്റ്റർ, ഒരു സംഘം തന്നെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം നിർത്തിക്കോളൂ പിണറായി വിജയ എന്ന് ഉപദേശം കിട്ടിയതിന് ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയം കണ്ണൂരിൽ ഇല്ലാതെ വന്നത്. അത് ജയരാജനെ ഒതുക്കിയത് കൊണ്ടാണ്. ജയരാജനെ ഇനി കൊണ്ടുവരരുത് രംഗത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്കുള്ള പോക്കിന് എന്നുള്ള തീർത്തും നിശബ്ദമായ ഉപദേശത്തിൻ്റെ ഫലമായിട്ടാണ് പിണറായി ഈ സ്റ്റാൻഡ് എടുത്തത്. അങ്ങനെയാണ് ഒരു കാലത്ത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്ന പി ജയരാജൻ അങ്ങനെയാണ് ഇപ്പോൾ ഒന്നുമല്ലാതായത്. അത് ആക്കി തീർത്തത് പിണറായി വിജയൻ.